തെറ്റ് ചെയ്യാത്തവരല്ല നമ്മളാരും, എല്ലാവരും പാപം സംഭവിക്കുന്നവരാണ്. എന്നാൽ കുല്ലു ബനി ആദമ ഖത്താഊൻ അഫ്ദലുഹും അത്തവ്വാബീൻ. ആദമിന്റെ സന്തതികൾക്കെല്ലാം തെറ്റു സംഭവിക്കുന്നവരാണ്. പക്ഷേ അവരിൽ ഏറ്റവും ഉന്നതരായ ആളുകൾ തൗബ ചെയ്യുന്നവരാണ്, പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അല്ലാഹ് പറയുന്നൊരു വർത്തമാനമുണ്ട് പരിശുദ്ധ ഖുർആനിൽ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചു കേൾക്കണേ, ഹൃദയത്തിന്റെ ഉള്ളിൽ കോറിയിടണേ. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും വയുരീദു അല്ലദീന യത്തബിഊന അശ്ശഹവാത് അൻ തമീലൂ മൈലൻ അദീമാ യുരീദു അല്ലാഹു അൻ യുഖഫിഫ അൻകും വഖുലിഖൽ ഇൻസാനു ദഈഫാ. എത്ര സുന്ദരമായ വാക്കുകളാണ്. വല്ലാഹു യുരീദ്, അല്ലാഹു ഉദ്ദേശിക്കുന്നു, അയ്യതൂബ അലൈക്കും, നിങ്ങൾക്ക് പുറത്തു തരാൻ, നിങ്ങൾക്ക് തൗബ ചെയ്യാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നു. എന്നാൽ നിങ്ങളോ വയുരീദൂന വയുരീദു അയ്യത്തബിഉ അശ്ശഹവാത്, തോന്നിയാസങ്ങളെ പിൻപറ്റാൻ നിങ്ങളും അതാ ഉദ്ദേശിക്കുകയാണ്. അൻതമീലു മൈലൻ അദീമാ, എന്നിൽ നിങ്ങൾ വിദൂരം വിദൂരം അകന്നു പോകാൻ ഷഹവാത്തുകളെ പിൻപറ്റുകയാണ്. നിങ്ങൾ സിനിമകൾക്ക് പിറകിലാണ്, നിങ്ങൾ സീരിയലുകൾക്ക് പിറകിലാണ്, നിങ്ങൾ സീരീസുകൾക്ക് പിറകിലാണ്, നിങ്ങൾ മ്യൂസിക്, നിങ്ങൾ തോന്യാസത്തിന് പിറകിലാണ്, ആസ്വാദനങ്ങൾക്ക് പിറകിലാണ്, ലഹരിക്ക് പിറകിലാണ്, പെണ്ണിന് പിറകിലാണ്, ആസ്വാദനങ്ങൾക്ക് പിറകിലാണ്. എന്നാൽ ഞാനിതാ നിങ്ങൾക്ക് പുറത്തു തരാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾക്ക് ലഘൂകരിച്ചു തരാൻ അല്ലാഹു ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ലഘൂകരിച്ചു തരാൻ, ഭാരം കുറച്ചു തരാൻ. എന്താ കാരണം? മനുഷ്യൻ പടക്കപ്പെട്ടത് വളരെ ദുർബലനായിട്ടാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ലഘൂകരിച്ചു തരാൻ, നിങ്ങൾക്ക് കുറച്ചു തരാൻ അല്ലാഹു ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഷഹവാത്തുകളെ പിന്തുടർന്നുകൊണ്ട് അല്ലാഹുവിൽ നിന്ന് വിദൂരം 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 അകന്നുകൊണ്ടിരിക്കുന്നു. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ് ഫസ്തഗ്ഫറു ലിദുനൂബിഹിം. എന്ത് അല്ലാഹുവിന്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന വാത്സല്യത്തിന്റെ കടൽ. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയാതെ പോകുന്നത് എന്തേ നമ്മൾ? അല്ലാഹു പറയാൻ, അവർ സ്വന്തത്തോട് അക്രമം ചെയ്യുന്നു. അവരെങ്ങനെ അക്രമം ചെയ്യുന്നു? പക്ഷേ അവർ ആ അക്രമം ചെയ്താൽ, അവർ ആ ഫാഹിഷത്ത് ചെയ്താൽ അവരെന്നെ ഓർക്കുന്നു, ദക്കറുല്ലാഹ്. എന്നിട്ടോ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, ചെയ്തു പോയ തെറ്റുകൾക്ക് അവർ പാപമോചനം തേടുന്നു. അസ്തഗ്ഫിറുല്ലാഹ്, റബ്ബേ സംഭവിച്ചു. എത്ര തവണ തെറ്റ് ചെയ്താലും, എത്ര തവണ പാപം ചെയ്താൽ, പ്രിയപ്പെട്ടവരറിയും, 1000 തവണ റബ്ബിനോട് നിങ്ങൾ നന്ദികേട് കാണിച്ചു, 1000 തവണ തെറ്റ് ചെയ്തു, 1001ാമത്തെ തവണ നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോഴും, 1ാമത്തെ തവണ തെറ്റ് ചെയ്തിട്ട് 1ാമത്തെ തവണ നിങ്ങൾ തൗബ ചെയ്യുമ്പോഴുള്ള അതേ സ്നേഹവായ്പോടെ നമ്മൾ സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാണ്. പടച്ചവനോട് ചോദിക്കാൻ, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, ഞാനല്ലാതെ നിങ്ങൾക്ക് വേറെ ആരെ പൊറുത്തപ്പെട്ട് തരിക? ഞാനല്ലാതെ നിങ്ങൾക്ക് വേറെ ആരാണ് മാപ്പ് തരിക? പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ റസൂലിനോട് പറയുന്ന എത്രയോ വാക്കുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. എന്താ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? കൃത്യമായി കാണാം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ, ഖുൽ യാ ഇബാദി, നബിയെ പറയുക, ഹോ എൻ്റെ അടിമകളെ. അള്ളാഹു വിളിക്കുന്നത് എങ്ങനെയാണ്? ഹോ എൻ്റെ അടിമകളെ, അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അക്രമം ചെയ്ത അടിമകളെ. പാപങ്ങൾ അള്ളാഹിനോടുള്ള അക്രമമല്ല, നമ്മുടെ സ്വന്തത്തോട്, നമ്മുടെ സ്വന്തത്തോടുള്ള കുറ്റമാണത്. അങ്ങനെ അക്രമം ചെയ്തവരെ അള്ളാഹ്ക്ക് പറയാനുള്ളത് എന്താണ്? നിങ്ങളെ ശിക്ഷിക്കുമെന്നല്ല, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്നല്ല, നരകം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നല്ല, മറിച്ച് എന്താണ് റബ്ബിന് പറയാനുള്ളത്? ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, എന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ, പാപങ്ങളെല്ലാം ഞാൻ പുറത്തു തരാം, നിങ്ങൾ എന്നിലേക്ക് വാ. എല്ലാ തെറ്റുകളും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം, എല്ലാ പാപങ്ങളും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. എന്നിട്ട് ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കാം. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, ആത്മാർത്ഥമായ തൗബയോ അല്ലാഹുവിലേക്ക് മുഅ്മിനീങ്ങളെ മടങ്ങുക. അശാ റബ്ബുക്കും അയ്യുകഫിറ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു മറച്ചു വെച്ചേക്കാം, എന്നിട്ട് അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്തേക്കാം. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ തെറ്റുകൾ മറ്റുള്ളവർ അറിയാത്തത്? നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, നമ്മുടെ ബുദ്ധി കൊണ്ടല്ല. ശരിക്കും മനസ്സിലാക്കിക്കോ, ഒരടിമ ഒരു തെറ്റ് ചെയ്യുമ്പോ
തെറ്റിനെ അള്ളാഹു മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുകയാണ്. എന്തിനാണെന്നറിയുമോ? ജനങ്ങൾ വെറുക്കൂല, അള്ളാഹു വെറുക്കും. നിങ്ങളൊരു വ്യഭിചാരം നടത്തിയാൽ അള്ളാഹുവിനോടുള്ള പശ്ചാത്താപം ആത്മാർത്ഥമാണെങ്കിൽ അള്ള വെറുക്കും. നിങ്ങളാരും അറിയാതെ മദ്യസേവ നടത്തിയാൽ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ അള്ളാഹു വെറുക്കുമെന്നാൽ ജനങ്ങൾ വെറുക്കൂല. എത്ര കൊല്ലം കഴിഞ്ഞാലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു അബദ്ധം സംഭവിച്ചു, 10 20 കൊല്ലം കഴിഞ്ഞാലും അവൻ പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോൾ നോക്കിയിട്ട് ജനങ്ങൾ പറയുമ്പോ ഓന്റെ നിസ്കാരക്കാരൻ, ഓ നിസ്കരിച്ചിട്ട് എന്താ കാര്യം, ഓന്റെ ഇന്നലകൾ എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാലോ, ഓ നിസ്കരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഓ മഹാത്തമ്മാടിയാണ്, മഹാപോക്കാണ് എന്ന് ജനങ്ങൾ പറയുമെന്നാൽ അല്ല പറയില്ല, പടച്ചിറപ്പ് പറയില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരുന്നതാണ്. അതുകൊണ്ട് എന്റെ മുന്നിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൽ ഇന്നുവരെ, ഈ തീയതി വരെ, ഈ 18-ാം തീയതി വരെ നിങ്ങൾ ചെയ്ത പാപങ്ങൾ മറ്റുള്ളവർ അറിയാതിരുന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളോട് കാണിച്ച കരുണയാണത്, അള്ളാഹു നിങ്ങളോട് കാണിച്ച വാത്സല്യമാണത്. വാത്സല്യത്തെ ദുരുപയോഗം ചെയ്യരുത്. ആ വാത്സല്യത്തിന്റെ മറയെ നിങ്ങൾ തകർക്കുകയും ചെയ്യരുത്. ചില ആളുകൾക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ട്, നിങ്ങൾ തെറ്റ് ചെയ്താൽ ഉസ്താദുമാരെ വിളിക്കുക, എന്നിട്ട് പറയും ഞാൻ ഇന്നിന്ന് തെറ്റ് ചെയ്തു, ഞാൻ ഇന്നിന്ന പാപം ചെയ്തു. വരുത്, നിങ്ങളുടെ പാപങ്ങൾക്ക് സാക്ഷി ഉണ്ടാക്കരുത്, നിങ്ങളുടെ പാപങ്ങൾ മറ്റുള്ളവരെ അറിയിക്കരുത്. കാരണം നിങ്ങളും റബ്ബും തമ്മിലുള്ള ഇടപാടാണെങ്കിൽ അള്ളാഹു അത് പുറത്തു തരുന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, ഒരു അടിമയതാ മാഷറയിലേക്ക് എത്തുകയാണ്. ആ അടിമയ്ക്ക് അള്ളാഹു അവന്റെ പാപങ്ങൾ മുഴുവനും ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അവൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ മുഴുവൻ അവരവിടെ ലൈവായിട്ട് കാണുകയാണ്. എല്ലാ തെറ്റുകളും എല്ലാ പാപങ്ങളും അവൻ അവിടെ വെച്ച് കാണും, അറിയും, കൃത്യമായി മനസ്സിലാക്കും. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ ഇങ്ങനെ ആലില പോലെ വിറക്കുമെന്നാണ്, പേടിച്ചു പേടിച്ച് വിറക്കുമെന്നാണ്. ആ സമയത്ത് അല്ലാഹു അതാ ആ മനുഷ്യനെ ചേർത്ത് വെച്ചുകൊണ്ട് പറയുകയാണ്, ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, ഇന്നേ ദിവസം ഞാനിതാ നിനക്കെല്ലാം പുറത്തു തന്നിരിക്കുന്നു, മാപ്പ് നൽകിയിരിക്കുന്നു. സമാധാനത്തിന്റെ സമാശ്വാസത്തിന്റെ ആരമ്യതയിലേക്കാണ് ആ മനുഷ്യൻ ആ സമയത്തെത്തുക. എളുപ്പമുള്ളൊരു വിചാരണ, പേരിനുള്ളൊരു വിചാരണ. അവന്റെ കുടുംബത്തിലേക്ക് സമാധാനത്തോടെ തിരിച്ചു പോകാനുള്ള ഒരു വിചാരണ.